നമുക്കിന്ന് ചേമ്പ് പറിച്ചാലോ? ചേമ്പ് ഈ 2 ചേമ്പാണ് നമ്മൾ പറിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പറിക്കുന്നത്. അമ്മയുണ്ട്, അനിയനുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ആദ്യത്തുള്ള അനിയനാണ് പറിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുഴിച്ചിടാൻ വല്ലപ്പോഴും എല്ലാവരും ഉണ്ടാവാറുള്ളൂ. പക്ഷെ പറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്ന് അനിയൻ പറിക്കുക, ഒന്ന് ഞാൻ പറിക്കുക എന്നുള്ളതിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ സൈഡിലെ മണ്ണ് നീക്കാനാണ് അമ്മ പറഞ്ഞത്. ഞങ്ങളങ്ങനെ വല്ലാതെ എതിരേക്ക് നിൽക്കാറൊന്നുമില്ല. അപ്പോൾ അനിയൻ ഇങ്ങനെ മെല്ലെ എല്ലാ സൈഡിലെയും മണ്ണ് ഇങ്ങനെ നീക്കിയിട്ട് ചേമ്പിന് കൊത്ത് കൊള്ളാത്ത രീതിയിലാണ് ആക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നത് പൊന്തിച്ച് കൊടുക്കാം. അപ്പോൾ അത് അധികവും പൊട്ടാതെ കിട്ടും. അങ്ങനെയാണ് അപ്പോൾ പറിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ഒരു മുരടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചേമ്പ്. ഇനി അടുത്തത് ഞാനാണ്. അപ്പോൾ എനിക്കും ഇത് വലിയ ഇതില്ല. അനിയ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ കിളയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇതേപോലെ മണ്ണ് മാറ്റി കൊടുക്കുകയാണ്. അമ്മ ഉണ്ട് അടുത്ത്. അപ്പോൾ അമ്മ പറയുന്ന പോലെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടും ഒരു ചേമ്പിന് ചെറുതായിട്ട് കൊത്ത് കൊണ്ടു. അങ്ങനെ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ചേമ്പിൻ്റെ അത് ഒന്ന് ജസ്റ്റ് പൊന്തിച്ച് കൊടുത്താൽ അത് കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത് വലിക്കുകയാണ്. അപ്പോൾ 2 എണ്ണത്തിലും അധികമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കുള്ളത് ആവശ്യത്തിനുള്ളതുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് തിരയാണ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അമ്മയാണ് ഇത് ഞങ്ങൾ മാന്തി കൊടുത്തത്. അമ്മയാണ് ഇങ്ങനെ ഓരോന്ന് ചേമ്പ് അതിന് പറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചേമ്പ് ഇത്രയാണ് മൊത്തം കിട്ടിയിട്ടുള്ള ചേമ്പ്.